കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം ബിയാനോട് പിണങ്ങി താരി വീട്ടിൽ നിന്ന് പോയിരുന്നു. പിറ്റേന്ന് പുലർച്ചെ പതിവ് പോലെ ബിയാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. താരി വിളിച്ചെഴുന്നേൽപ്പിക്കാനില്ലാത്തതുകൊണ്ട് കുറച്ചധികം വൈകിയായിരുന്നു ബിയാൻ എഴുന്നേറ്റ് വന്നത്. താരി, നീ എന്താ വിളിക്കാതിരുന്നേ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് ബിയാൻ താഴെ താരിയുടെ മുറിയുടെ മുമ്പിലേക്ക് ചെന്നു. മുറിയിൽ മുട്ടി വാതിൽ തുറന്നു. അപ്പോഴാണ് മുറി കാലിയായിരിക്കുന്നത് ബിയാന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പെട്ടെന്ന് തലേ ദിവസം താരി സംസാരിച്ച കാര്യങ്ങളും പിണങ്ങിപ്പോയതും ബിയാന്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തി. ഇനിയും തനിക്ക് ഇങ്ങനെ സഹിച്ചത് തുടരാൻ സാധിക്കില്ല. സാറയാണോ താനാണോ വേണ്ടത് എന്ന് ബിയാൻ തീരുമാനിക്കണം എന്ന താരിയുടെ ചോദ്യം ബിയാന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. താരിയില്ലാത്തതുകൊണ്ട് തന്നെ വേലക്കാരി ഡാർമിയും ബിയാന് വേണ്ട പരിഗണനയോ ഗൗരവമോ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. താരിക്കൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും ബിയാൻ ഓർത്തുകൊണ്ടേയിരുന്നു. തനിക്കു വേണ്ടി താരി പോരാടിയ പോരാട്ടങ്ങൾ, സഹിച്ച വേദനകൾ ഒക്കെയും അവന്റെ ഉള്ളിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു. ഏകദേശം ഒരാഴ്ച സമയം പിന്നിട്ടിരുന്നു. താരി എപ്പോഴും വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. താരിയെ മിസ് ചെയ്തിരുന്ന ബിയാൻ താരിക്ക് ഒരാഴ്ചയായി ഇനിയും നീ വീട്ടിലേക്ക് മടങ്ങി വരില്ലേ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. മെസ്സേജ് കണ്ട താരിയും മറുവശത്ത് കുറച്ചധികം വേദനിക്കുന്നുണ്ടായിരുന്നു. താരിയുടെ അഭാവം ബിയാന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആരംഭിച്ചു. താരി പറഞ്ഞിട്ടാണ് അവൻ നമസ്കാരവും ആരാധനകളുമൊക്കെ ആരംഭിച്ചതെങ്കിൽ ജോലി സമയത്ത് പോലും കൃത്യമായി അത് നിർവഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അവൻ മാറി. ജോലിക്കാരടക്കം അവന്റെ ആ മാറ്റത്തെ വലിയ സന്തോഷത്തോടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. എഞ്ചിനീയർ കോൺട്രാക്ടറായി ജോലി നോക്കിക്കൊണ്ടിരുന്ന ബിയാന് കച്ചവടത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊക്കെ ബിയാൻ മാനേജ് ചെയ്തു പോന്നു. അന്നൊരു ദിവസം റെസ്റ്റിലായിരുന്ന സാറയെ കാണുവാൻ വേണ്ടി ബിയാൻ അവളുടെ ഫ്ളാറ്റിൽ പോയി. സാറയ്ക്കുള്ള ഫുഡുമായിട്ടായിരുന്നു ബിയാൻ ചെന്നത്. ആ സമയം സാറ തനിക്കിപ്പോ കാർ ഓടിക്കാൻ ചെറിയ പേടിയാ തോന്നുന്നേ എന്ന തരത്തിൽ സംസാരിച്ചു. അങ്ങനാണെങ്കിൽ നീ കാർ എടുക്കണ്ട, ഇനി എങ്ങോട്ടെങ്കിലും പോവാനുണ്ടെങ്കിൽ ടാക്സി വിളിച്ച് പോയാ മതി എന്ന് ബിയാൻ പറഞ്ഞു. ബിയാന്റെ വാക്കുകളിൽ അടുപ്പക്കുറവ് പ്രകടമായിരുന്നു. സാറയും അത് നോക്കിക്കാണുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ താരി ബിയാനോട് ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ കണ്ടിട്ട് എന്തോ പോലെയുണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ല. താരി എവിടെ? അവള് വീട് വിട്ടുപോയി. അതെന്താ? നീയാണോ അവളാണോ എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ അവൾ എന്നോട് പറഞ്ഞു. അല്പം വേദനയോടെ അവനത് പറഞ്ഞതും സാറ പെട്ടെന്ന് ചിരിച്ചു. അതിനിപ്പോ എന്താ പ്രശ്നം? അത് നല്ലതല്ലേ? ബിയാൻ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് സാറ പറഞ്ഞു, നമ്മൾ വൈകാതെ വിവാഹം കഴിക്കാൻ പോകുക എന്ന് നീ അവളോട് പറഞ്ഞില്ലേ? മറുപടി പറയാതെ ബിയാൻ ദുഃഖത്തോടെ ആലോചിച്ചിരുന്നു. അടുത്ത ദിവസം അമ്മയ്ക്കൊപ്പം താരി പുറത്തു പോയിരിക്കുകയായിരുന്നു. അമ്മ സ്കേറ്റിംഗ് ബോർഡ് പ്രാക്ടീസ് ചെയ്യുന്നിടത്തായിരുന്നു അത്. അവിടെ വെച്ച് അമ്മയും താരിയും സംസാരിച്ചു. അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ മാറി നിൽക്കുന്നതും അവനീ നകലം കാണിക്കുന്നതുമൊക്കെ ബിയാനെ മറ്റേ പെണ്ണുമായിട്ട് അടുക്കാൻ കൂടുതൽ സഹായിക്കുവല്ലേ ഉള്ളൂ. അവനിപ്പോ അവളെ ചിലപ്പോ നിന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാകും. ഓ, നീ തമാശ പറഞ്ഞതാണോ എന്ന് ചോദിച്ച് താരി അമ്മയോട് ചെറിയ തോതിലെങ്കിലും തമാശയോടെ ഒരു ദേഷ്യം കാണിച്ചു. അവർക്കിടയിലെ സംസാരത്തിൽ അമ്മ തുടർന്നു പറഞ്ഞു, നിന്റെ ഭർത്താവ് ബിയാന് നീയാണോ അവളാണോ എന്ന് തിരഞ്ഞെടുക്കാൻ കുറച്ചുകൂടി സമയം വേണമായിരിക്കും. ആലോചിച്ചു നോക്ക്. നീയില്ലെങ്കിൽ അവൻ അവളുടെ ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കും. അപ്പോ അവളോട് അടുപ്പം തോന്നി അവളെയാണ് അവൻ തിരഞ്ഞെടുക്കുന്നതെങ്കിലോ? ശരിക്കും അങ്ങനാവോ? താരിക്കും ചെറിയൊരു ഭയം തോന്നാതിരുന്നില്ല. നീ ശരിക്കും ബിയാനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ മിസ് ചെയ്യുന്നൊന്നുമില്ല. താരി അഭിനയിക്കാൻ ശ്രമിച്ചു. അത് കണ്ടാലും പറയും എന്നായിരുന്നു അമ്മി മറുപടി പറഞ്ഞത്. അടുത്ത ദിവസം വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് കുറച്ച് വളവും വാങ്ങി ബിയാൻ വീട്ടിലേക്ക് പോയിരുന്നു. ബിയാന്റെ പാരന്റ്സ് ഒക്കെ ഗാർഡനിങ് ചെയ്യുകയായിരുന്നു. പുതുതായി അവർക്ക് കിട്ടിയ ഹോബിയാണ് ആ ഗാർഡനിങ്. അതിനെപ്പറ്റി അവരവിടെ സംസാരിച്ചു. താരിയെ കാണാത്തതുകൊണ്ട് താരി എവിടെയെന്ന് ബിയാന്റെ ഉമ്മയും മറ്റും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. താരിക്കിപ്പോ ജോലി തിരക്കാണെന്നും അതുകൊണ്ടാ എന്റെ കൂടെ വരാതിരുന്നത്, നിങ്ങളോട് അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ബിയാൻ ഒഴിഞ്ഞുമാറി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ബിയാൻ കൂടുതൽ ദുഃഖിതനായി കാണപ്പെട്ടിരുന്നു. ഒരു ദിവസം ഡാർമി ബിയാന്റെ അടുത്തു വന്നു. താരി ഇനിയും മടങ്ങി വന്നില്ലല്ലേ എന്ന തരത്തിൽ സംസാരിച്ചു. പിന്നാലെ താൻ കണ്ട ഒരു കാര്യം ഡാർമി ബിയാനോട് പറഞ്ഞു. ബിയാന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് താരി അന്ന് ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നെന്നും ബിയാൻ വരാത്തപ്പോ അതവൾ വലിച്ചു കീറി മാറ്റിയതുപോലെയാ കാണപ്പെട്ടത് എന്നുമായിരുന്നു അത്. പിന്നാലെ താരി എടുത്തു വെച്ചിരുന്ന ബിയാന് കൊടുക്കാൻ വേണ്ടി വാങ്ങിവെച്ചിരുന്ന ഗിഫ്റ്റായ ഷൂസും ഡാർമി ബിയാന് കാണിച്ചു കൊടുത്തു. താരി അന്ന് തൊട്ടേ തന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നത് ബിയാനെ സന്തോഷിപ്പിക്കുകയും ഒപ്പം വേദനയിൽ ആഴ്ത്തുകയും
ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ നിമിഷം താരിയെ കാണണം എന്ന് ബിയാന് തോന്നി. പക്ഷേ താരി എവിടാണുള്ളതെന്നറിയില്ല. ഡാർമി തന്നെ അതിനും സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. താരിയുടെ സോഷ്യൽ മീഡിയ നോക്കാനും അതിൽ മനസ്സിലാകും എന്നുമായിരുന്നു അത്. അന്ന് താരിക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു. ബിയാൻ വേഗത്തിൽ ഓടി തന്റെ മുറിയിലെത്തി. അവൻ ഊരിയിട്ടിരുന്ന വിവാഹമോതിരം ആലോചിച്ചുറപ്പിച്ചിട്ടെന്ന പോലെ തന്റെ വിരലിലേക്ക് എടുത്തണിഞ്ഞു. ശേഷം അവിടെ നിന്നും ബിയാൻ നേരെ പോന്നത് താരിയുടെ സെമിനാർ നടക്കുന്ന ഇടത്തേക്കായിരുന്നു. സെമിനാർ കഴിഞ്ഞ് അമ്മയും താരിയും ഇറങ്ങി വരികയായിരുന്നു. ബിയാനിൽ നിന്ന് അകന്നതിൽ പിന്നെ താരി അപ്സെറ്റ് ആണെന്നത് പ്രകടമാണ്. അമ്മി അതിനെപ്പറ്റി താരിയോട് ചോദിച്ച് നടന്നു വരുമ്പോഴാണ് ബിയാൻ ഓടിയെത്തുന്നത്. ബിയാനും താരിയും അവിടെ നിന്ന് സംസാരിച്ചു. താൻ വിവാഹമോതിരം അണിഞ്ഞതും താരി തനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു വെച്ചത് കണ്ട കാര്യവുമൊക്കെ ബിയാൻ താരിയോട് പറഞ്ഞു. എനിക്ക് ലഭിച്ചേക്കാവുന്ന ഏറ്റവും നല്ല ഭാര്യ നീയാണ്. എനിക്കതിപ്പോ മനസ്സിലാകുന്നുണ്ട്. ബിയാൻ അവളോട് പറയാൻ ശ്രമിച്ചു. ഞാൻ ചോദിച്ച കാര്യം എന്തായി? നിങ്ങൾ ആ സ്ത്രീയെ ഉപേക്ഷിക്കാൻ പോകുന്നുണ്ടോ? താരി വളരെ സ്ട്രോങ് ആയി തന്നെ ചോദിച്ചു. ബിയാനാകെ അങ്കലാപ്പിൽ നിന്നു. ബിയാൻ പറഞ്ഞു, എനിക്ക് ജീവിതം മുഴുവൻ നിന്റെ കൂടെ ജീവിക്കണം എന്നാണ് താരി. പക്ഷെ അവളെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ കൈവിട്ടാൽ അവളാകെ ഒറ്റപ്പെട്ടു പോവും. എനിക്ക് വേണ്ടി ഒക്കെ സാക്രിഫൈസ് ചെയ്തവളാണ് അവൾ. ഓക്കെ, നിങ്ങൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നല്ലോ റിലീജിയസ് കോർട്ടിൽ പോയി ഡിവോഴ്സ് വാങ്ങിക്കോളാൻ. ഞാനിനി അതിനെപ്പറ്റി ആലോചിക്കാൻ പോകുവാണ്. ദേഷ്യത്തിലും കോപത്തിലും ബിയാനോട് അത് പറഞ്ഞ് താരി അവിടെ നിന്ന് പോന്നു. നിസ്സഹായനായി നിൽക്കാനേ ബിയാന് സാധിച്ചുള്ളൂ. അന്ന് അവിടെ നിന്ന് തിരികെ ദുഃഖത്തോടെ കരഞ്ഞ് ബിയാൻ കാറോടിച്ചു വന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ വന്ന ഫോൺ കോളൊന്നും ബിയാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ശേഷം ഇടയ്ക്കൊന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് സാറയുടെയും അൽദിയുടെയും നിരവധി മിസ് കോളുകളും മറ്റും കാണുന്നത്. മെസ്സേജ് നോക്കിയപ്പോ സാറ ബാത്റൂമിൽ കാൽവഴുതി വീണ് പരിക്കേറ്റു. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് നിലവിൽ വീട്ടിലുണ്ട് എന്ന് അൽദി മെസ്സേജ് അയച്ചിരിക്കുന്നു. ബിയാൻ ധൃതി പിടിച്ച് സാറയുടെ ഫ്ളാറ്റിലേക്ക് ചെന്നു. സാറ മയക്കത്തിലായിരുന്നു. അൽദി അവിടെ ഉണ്ടായിരുന്നു. അൽദി ബിയാനോട് സംസാരിച്ചു. വീണ ശേഷം സാറ നിന്നെ കുറെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. കിട്ടാതായപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെയാ അവൾ എന്നെ വിളിച്ചത്. നീ എവിടായിരുന്നു? ഞാൻ താരയുടെ കൂടെയായിരുന്നു. പിന്നെ പ്രധാന കാര്യം, സാറയെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ആരെങ്കിലും അവളെ ടേക്ക് കെയർ ചെയ്യാൻ വേണം. എന്നെ കൊണ്ടത് പറ്റില്ലെന്നാണോ അൽദി നീ കരുതുന്നേ? അതെ, അങ്ങനെ തന്നെയാ കരുതുന്നേ. നീ തിരഞ്ഞെടുക്കണം ബിയാൻ. സാറ വേണോ അതോ താരി വേണമോ എന്ന്. രണ്ട് ഭാര്യമാരെ കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയൊന്നുമല്ലല്ലോ നീ. അവർ തമ്മിൽ തുടർ സംസാരങ്ങളും നടന്നു. എങ്കിൽ താരിയെ ഒഴിവാക്കിത്ത എന്ന് ബിയാൻ പറഞ്ഞപ്പോ അതും എന്നെ കൊണ്ട് പറ്റില്ല എന്നായിരുന്നു അൽദി പറഞ്ഞത്. എന്തു ചെയ്യണമെന്നറിയാതെ ബിയാൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടിരുന്നു. വൈകാതെ താരി വല്യച്ഛന്റെയും വല്യമ്മയുടെയും വീട്ടിലേക്ക് എത്തുകയായിരുന്നു. റമദാൻ മാസം വരാൻ പോവുകയാണ്. നോമ്പുകാലം മുഴുവൻ താൻ അവിടെ നിന്നോട്ടെ എന്ന് താരി വല്യച്ഛനോട് ചോദിച്ചു. ബിയാൻ നിന്നെ മിസ് ചെയ്യില്ലേ? നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ എന്ന തരത്തിൽ വല്യച്ഛൻ അവളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ആരംഭിച്ചെങ്കിലും വല്യമ്മ വന്ന് അത് തടഞ്ഞു. വല്യമ്മ അവളോട് അവൾ എത്ര നാള് വേണമെങ്കിലും ഇവിടെ നിന്നോളാനും അതിൽ തങ്ങൾക്കൊരു പരാതിയുമില്ലെന്നും സന്തോഷമേ ഉള്ളൂവെന്നും അവിടെ വന്നറിയിച്ചു. അവൾ അവിടെ നിന്ന് റൂമിലേക്ക് പോയതും വല്യമ്മ വല്യച്ഛനോട് ഒച്ചയെടുത്തു. നിങ്ങൾ ഈ പെണ്ണുങ്ങളെ പോലെ കുത്തി കുത്തി ചോദിക്കുന്നതെന്തിനാ? അവൾക്ക് അവളുടേതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും. അവൾക്ക് പറയണമെന്നുള്ളപ്പോ അവളത് നമ്മളോട് പറയുകയും ചെയ്യും. വല്യച്ഛൻ പിന്നെ ഒന്നും തന്നെ മിണ്ടിയില്ല. വൈകാതെ റമദാൻ മാസം ആരംഭിച്ചു. ബിയാനെ സംബന്ധിച്ചിടത്തോളം വലിയ കഠിനമായിട്ടായിരുന്നു ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. നോമ്പനുഷ്ഠിക്കാനുള്ള ഇടയത്താഴം മറ്റും പുറത്തുനിന്ന് അവന് വാങ്ങേണ്ടി വന്നു. ജോലിക്കാരും മറ്റും വീട്ടിൽ പോയി ഭാര്യയ്ക്കൊപ്പം ഇടയത്താഴവും ഡിന്നറുമൊക്കെ കഴിക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ബിയാന് തെല്ലാണെങ്കിലും ഒരു കുശുമ്പ് തോന്നുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം റമദാന്റെ ഇടയത്താഴത്തിനു വേണ്ടി താരിയും വല്യച്ഛനും വല്യമ്മയും ഉണർന്നു. ആ സമയം ഭക്ഷണം കൊണ്ടുവയ്ക്കുമ്പോ താരി അറിയാതെ പറഞ്ഞുപോയി, എന്റെ ബിയാൻ ഇടയത്തായം കഴിച്ചിട്ടുണ്ടാവുമോ? വല്യച്ഛൻ അത് കേട്ട് എന്താ നീ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോ ഏയ് അതൊന്നുമില്ല എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. ബിയാന്റെ മെസ്സേജ് താരിക്കുണ്ടായിരുന്നു. താരി റമദാൻ ആരംഭിച്ച് ഒരാഴ്ചയോളം പിന്നിട്ട് കഴിഞ്ഞു. ഇടയത്താഴം ഉണ്ടാക്കിത്തരാനോ ഇഫ്താർ ഉണ്ടാക്കാനോ എനിക്ക് വേണ്ടി വീട്ടിൽ ആരുമില്ല. ചെറിയ വേദനയോടെ താരി അത് നോക്കിക്കണ്ടിരുന്നു. എന്നിരുന്നാലും അവൾ മറുപടി അയച്ചില്ല. വീണ്ടും വീണ്ടും ബിയാൻ ആലോചനകളിൽ മുഴുകി. ബിയാൻ ഒരു തീരുമാനം എടുക്കണമായിരുന്നു. ഒരു ദിവസം ഇഫ്താറിന് അവൻ സാറയെ കാണാൻ പോയി. സാറ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കൊക്കെയും ഓർഡർ ചെയ്തു വാങ്ങാം എന്ന് സാറ പറയുന്ന കേട്ടപ്പോൾ തനിക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കുന്ന താരിയെ ഒരു നിമിഷത്തേക്ക് ബിയാൻ ഓർത്തു. നമസ്കാരത്തിന്റെ സമയമായി എന്ന് പറഞ്ഞപ്പോ നീ നിസ്കരിക്കാനൊക്കെ തുടങ്ങിയോ എന്നായിരുന്നു സാറയുടെ മറുചോദ്യം. നീയും നിസ്കരിക്കുന്നില്ലേ? എന്റെ കൂടെ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞ് ബിയാൻ അവളെ ക്ഷണിച്ചു. ഞാൻ എന്റെ മക്കൻ എവിടെയാണെന്ന് നോക്കട്ടെ എന്നായിരുന്നു സാറ പറഞ്ഞത്. വൈകാതെ ബിയാന്റെ വീട്ടിൽ വലിയൊരു ഇഫ്താർ പാർട്ടി നടന്നു. ബിയാൻ ഒറ്റയ്ക്കായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയത്. താരി എവിടെ എന്നുള്ള അന്വേഷണങ്ങൾ വന്നു. റമദാൻ മാസമായതുകൊണ്ട് താരി വലിയ തിരക്കിലാണെന്നും അവളുടെ ബേക്കറിയിൽ
വലിയ ഓർഡറുകൾ ഉണ്ടെന്നുമായിരുന്നു അന്ന് തന്റെ പാരന്റ്സ് വിഷമിക്കാതിരിക്കുവാൻ ബിയാൻ കളവ് പറഞ്ഞത്. അങ്ങനെ പെരുന്നാൾ ദിനമെത്തി. 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമായി ഓരോ മതവിശ്വാസിയും പുതുജന്മം കൊള്ളുന്ന ആ ദിവസം താരിയുടെ ഫോണിലേക്ക് ബിയാന്റെ മെസ്സേജും വന്നു. താൻ ചെയ്തുപോയ തെറ്റുകളൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ്. അതിന് മറുപടി അയക്കാതിരിക്കുവാൻ താരിക്കും പറ്റുമായിരുന്നില്ല. എന്തെങ്കിലും തെറ്റുകൾ ബിയാനോട് താനും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മതപരമായ രീതിയിൽ താരി മെസ്സേജ് അയച്ചു. അന്ന് കുറേയധികം ആലോചിച്ചുറപ്പിച്ച് ബിയാൻ സാറയെ കാണുവാൻ ചെന്നു. അവളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. സാറ വിചാരിച്ചത് വിവാഹത്തിന്റെ കാര്യം പറയാനായിരിക്കും എന്നായിരുന്നു. അതിലവൾ എക്സൈറ്റഡുമായിരുന്നു. പക്ഷേ താൻ ആലോചിച്ചുറപ്പിച്ചു വന്ന കാര്യം ബിയാൻ മടിയോടെയാണെങ്കിലും അവളോട് പറഞ്ഞു. താരിയെ മാത്രമേ തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും താരിയെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്നും തന്റെ ഉമ്മയോടും കുടുംബത്തോടും അത് പ്രവർത്തിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലെന്നുമായിരുന്നു അത്. നീ എന്നെ ഉപേക്ഷിക്കുവാണോ? വേദനയോടെ സാറ് ചോദിച്ചു. 1 കൊല്ലം കാത്തിരിക്കാനാ നീ പറഞ്ഞത്? ഇത്ര നാളും നമ്മൾ സ്നേഹത്തിലായിരുന്നു. ഇപ്പോ ആ 1 കൊല്ലവും കഴിഞ്ഞു. എന്നിട്ട് ഇതാണോ എനിക്ക് കിട്ടുന്നത്? സാറ കണ്ണീരോട് ചോദിച്ചു. നിന്റെ പ്രോമിസുകളൊക്കെയും നുണകളായിരുന്നല്ലേ? സാറയാകെ തകർന്നു പോയിരുന്നു. എനിക്ക് തെറ്റുപറ്റിയതാണ് സാറ. ഒരിക്കലും ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. നിന്നെ കാത്തു നിർത്താൻ പാടില്ലായിരുന്നു. ബിയാൻ സാറയോട് മനസ്സ് തുറന്ന് എല്ലാം തന്നെ പറഞ്ഞു. ശേഷം അവിടെ നിന്ന് പോന്നു. സാറ വാതിൽക്കലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കരഞ്ഞ് സാറ ആകെ തളർന്നു. അവരൊന്നിച്ചുള്ള ഫോട്ടോ വരെ അവൾ നിലത്തിട്ടുടച്ചു. ശേഷം അവൾ ആ ഫോട്ടോ അടക്കം പ്രണയത്തിന്റെ ഓർമ്മകൾ മുഴുവൻ കത്തിച്ച് ദുഃഖത്തോടെ അതിൽ നോക്കിയിരിക്കുമ്പോഴാണ് അൽദി അവളെ കാണുവാൻ വരുന്നത്. അൽദി അവളോട് സംസാരിച്ച് അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. നീ എന്തിനാ ദുഃഖിച്ചിരിക്കുന്നേ? അവൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞല്ലോ. അവന് താരിയുണ്ട്. ഇനിയും നീ എന്തിനാണ് മൂവ് ഓൺ ചെയ്യാൻ കാത്തിരിക്കുന്നത് സാറ? അതുകൊണ്ട് നിനക്ക് എന്താണ് കിട്ടാനുള്ളത് എന്നൊക്കെ തരത്തിൽ അൽദി അവളോട് ചോദിച്ചു. താൻ ഒറ്റപ്പെട്ടെന്നും തനിക്കിനി ആരുമില്ലെന്നുമായിരുന്നു സാറയുടെ മറുപടി. ഇതേ സമയം മറുവശത്ത് താരിയാകട്ടെ ഒരു മതപഠന ക്ലാസ്സിൽ പങ്കെടുക്കുകയായിരുന്നു. അതിലെ ഇമാമ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും ഭർത്താവിനെ വിട്ടുപോരുകയും ചെയ്ത പിന്നെ അതിൽ എന്ത് സ്നേഹമാണുള്ളത്? ഇഹലോകത്തും പരലോകത്തും ഒന്നിച്ച സന്തോഷത്തോടെ ജീവിക്കണം എന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ നേരിന്റെ പാതയിലേക്ക് ക്ഷണിച്ചു, നമസ്കരിക്കാനും ഒക്കെയും ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അതിന് വിസമ്മതിച്ച് മാറി നിന്ന അവരെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും ഒരു നാൾ അവർ നിങ്ങളിലേക്കെത്തും. ദൈവം പറഞ്ഞത് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് എന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെയും ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുമെന്ന്. ആ വാക്കുകളൊക്കെ താരിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്ന ശേഷം വല്യച്ഛനും വല്യമ്മയുമായി സംസാരിച്ചു. റമദാൻ മാസം മുഴുവൻ വീട്ടിൽ താമസിക്കാൻ തന്നെ അനുവദിച്ചതിന് താരി അവരോട് നന്ദി പറഞ്ഞു. അന്ന് വല്യമ്മ താരിയോട് നിന്റെ വിവാഹ ജീവിതം സുഖകരമല്ലേ താരി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരക്കി. താരി മറുപടി പറഞ്ഞില്ല. വല്യച്ഛൻ പറഞ്ഞു, ഓരോ വിവാഹങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും. അത് സ്വാഭാവികവുമാണ്. അതിൽ നിന്ന് ഓടിയൊളിക്കാനും ഒഴിഞ്ഞു മാറാനും ഏവർക്കും എളുപ്പത്തിൽ പറ്റും. ഒഴിഞ്ഞു മാറും തോറും പ്രശ്നം വലുതായിക്കൊണ്ടിരിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തുറന്ന മനസ്സോടെ സംസാരിച്ച് ഒക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ വേദനിക്കുമോ എന്ന് കരുതിയ മോളൊന്നും പറയാത്തത് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിന്റെ നല്ലതിനു വേണ്ടി, നിന്റെ സന്തോഷത്തിനു വേണ്ടി എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വല്യമ്മയുടെ വാക്കുകൾ അവളുടെ മനസ്സിനെ തൊട്ടിരുന്നു. എല്ലാം കൊണ്ടും ആലോചിച്ചുറപ്പിച്ച താരി കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. ബിയാനെ കാണുവാൻ തിരികെ വീട്ടിലേക്ക് പോകുവാൻ അവൾ തീരുമാനിച്ചിരുന്നു. ബിയാനു വേണ്ടി അന്നവൾ അതിഗംഭീരമായൊരു ഭക്ഷണം കുക്ക് ചെയ്തു. ശേഷം അത് പാക്ക് ചെയ്ത് സന്ധ്യയോടെ ബിയാന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. താരിയെപ്പറ്റി ആലോചിച്ച് വീട്ടിൽ കിടക്കുകയായിരുന്നു ബിയാൻ. അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. താരിയായിരിക്കുമെന്ന് ചിന്തിച്ച് ആവേശത്തോടെ ഓടിയവൻ ചെന്ന് വാതിൽ തുറന്നു. പക്ഷേ വന്നിരുന്നത് സാറയായിരുന്നു. പറഞ്ഞുവിടാൻ പറ്റില്ലല്ലോ. സാറയെ ബിയാൻ അകത്തേക്ക് ക്ഷണിച്ചു. നിറകണ്ണുകളോടെ സാറ അകത്തു വന്നിരുന്ന് ബിയാനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ വിട്ട് പോകണം, താരിക്കൊപ്പം ജീവിക്കണം എന്നതല്ലേ നിന്റെ ആഗ്രഹം? ഞാൻ അതിന് അനുവദിക്കുകയാണ് ബിയാൻ, സാറ പറഞ്ഞു. ബിയാന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നാലെ വൈകാതെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നവൾ അവനോട് പറഞ്ഞു. ബിയാൻ ഒരു നിമിഷം ഞെട്ടിയിരുന്നു. ആരാണ് യുവാവ് എന്നവൻ ചോദിച്ചു. പണ്ട് തൊട്ടേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, എന്നെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. നിനക്ക് മുമ്പേ എന്നെ പ്രണയിച്ചു തുടങ്ങിയ വ്യക്തി അൽദിയാണോ? ഒരു ഞെട്ടലോടെ ബിയാൻ ചോദിച്ചു. അതെന്നായിരുന്നു സാറയുടെ മറുപടി. കഥയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സാറ ദുഃഖിച്ചിരുന്നപ്പോ അൽദി അവളെ സമാധാനിപ്പിക്കാൻ എത്തിയല്ലോ. അന്ന് തനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് അവൾ വേദനിച്ചപ്പോ അവൾക്ക് താനുണ്ട് എന്നൽദി പറയുകയായിരുന്നു. പിന്നാലെ കോളേജ് കാലം തൊട്ടേ അവളോട് പറയാതെ ഉള്ളിൽ കൊണ്ടു നടന്ന തന്റെ പ്രണയം അൽദി അന്ന് തുറന്നു പറഞ്ഞു. അവളെ പ്രപ്പോസ് ചെയ്തു. അൽദിയുടെ പ്രണയം തിരിച്ചറിഞ്ഞ് ആ ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ടിരുന്ന സാറ അവന്റെ പ്രപ്പോസൽ സ്വീകരിക്കുകയായിരുന്നു. ശരിക്കും? എന്നിട്ട് എനിക്കത് മനസ്സിലായില്ലല്ലോ.
ഫീലിംഗുകൾ ഉള്ളിൽ സൂക്ഷിക്കുന്നതിൽ അവൻ വലിയ കഴിവുള്ളവനാ, ബിയാൻ ചോദിച്ചപ്പോ സാറ മറുപടി പറഞ്ഞു. ബിയാന് എന്തുകൊണ്ടോ വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടിരുന്നു. അവർക്കിടയിൽ പെട്ടെന്ന് ഒരു ഐസ് ബ്രേക്ക് സംഭവിച്ചു. ചിരിയോടെ സാറ ബിയാനോട് വീട്ടിൽ വന്നവർക്ക് കുടിക്കാനും കഴിക്കാനും ഒന്നും കൊടുക്കില്ലേ എന്ന മട്ടിൽ തിരക്കി. ബിയാനും ചിരിയോടെ അവൾക്കായി ഇൻസ്റ്റന്റ് ഫുഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. വേഗത്തിൽ ഫുഡുണ്ടാക്കി അവൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞതും വീടിന് മുമ്പിലേക്ക് താരി വന്നു നിന്നിരുന്നു. കാറിൽ നിന്നും ഭക്ഷണവും എടുത്തവൾ പുറത്തിറങ്ങി. ഈ സമയം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബിയാനൊപ്പം സാറ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. സാറയെ യാത്രയാക്കാൻ ബിയാനും കൂടെ ഉണ്ടായിരുന്നു. അത് കണ്ട് താരി തെറ്റിദ്ധരിച്ചു. സാറയുമായി ബിയാൻ ഇപ്പോഴും ബന്ധം വെച്ച് പുലർത്തുകയാണ് എന്ന് താരി കരുതി. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അവളുടെ കയ്യിൽ നിന്നും ഭക്ഷണപാത്രം താഴെ വീണു. ബിയാൻ അപ്പോഴേക്കും താരിയെ കണ്ടിരുന്നു. താരി കരഞ്ഞുകൊണ്ട് കാറെടുത്ത് ഓടിച്ചുപോയി. കാര്യങ്ങൾ പറയുവാൻ താരിയുടെ കാറിനടുത്തേക്ക് ചെന്നും കാറിന് പിന്നാലെ ഓടിയുമൊക്കെ ബിയാൻ ശ്രമിച്ചെങ്കിലും ഒന്നും കേൾക്കാൻ താരി കൂട്ടാക്കിയിരുന്നില്ല. വൈകാതെ ബിയാന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. നമുക്ക് പിരിയാമെന്നുള്ള താരിയുടെ മെസ്സേജ് ആയിരുന്നു അത്. അന്ന് ഏറെ വേദനയോടെ ബിയാൻ പൊട്ടിക്കരഞ്ഞു. ഒക്കെ ശരിയാകുമെന്ന് പ്രതീക്ഷിച്ച നിമിഷത്തിൽ ഒക്കെ തകിടം മറിഞ്ഞിരിക്കുന്നു. പക്ഷേ താരിയെ വിട്ടുകളയാൻ ബിയാന് പറ്റുമായിരുന്നില്ല. അടുത്ത ദിവസം താരി എവിടെയാണുള്ളത് എന്നറിയുവാൻ താരിയുടെ സുഹൃത്തായ അമിയെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് പോയി ബിയാൻ കണ്ടു. ബിയാൻ അവളുടെ പിന്നാലെ ഓടി വന്നപ്പോ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന അമി വീണിരുന്നു. ഇതൊക്കെ അവിടുണ്ടായിരുന്ന സോഷ്യൽ മീഡിയ പയ്യന്മാർ വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയുടെ അടുക്കൽ താരി എവിടെയെന്ന് ബിയാൻ അപേക്ഷിച്ച് ചോദിച്ചു. ആദ്യമൊന്നും ബിയാനെ കളിയാക്കിക്കൊണ്ട് ബിയാനോട് ദേഷ്യപ്പെട്ട് അമ്മി പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും താൻ ആത്മാർത്ഥമായി താരിയെ പ്രണയിക്കുന്നുണ്ടെന്നും ദയവ് ചെയ്ത് പറ എന്ന മട്ടിലൊക്കെ അവൻ അപേക്ഷിച്ചപ്പോ മനസ്സലിന് അവൾ റിലീജിയസ് കോർട്ടിൽ ഡിവോഴ്സ് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുവാണ് എന്ന് ബിയാനെ അറിയിച്ചു. ബിയാൻ അവിടെ നിന്നും കോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും സമയം വൈകിയിരുന്നു. കോർട്ടടച്ച് പോയി കഴിഞ്ഞിരുന്നു. ദുഃഖത്തോടെ അവൾ ഡിവോഴ്സ് കൊടുത്തിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ബിയാൻ നിന്നു. ആ സമയമാണ് ബിയാൻ എന്ന വിളി കേൾക്കുന്നത്. ബിയാൻ നോക്കുമ്പോൾ എതിരിൽ താരി നിൽക്കുന്നു. കണ്ണീരോടെ നിന്നിരുന്ന അവളുടെ അടുത്തേക്ക് ബിയാൻ ഓടിച്ചെന്നു. താരി പറഞ്ഞു, ഇവിടെ വന്ന് ഞാൻ പേപ്പർ വർക്കൊക്കെ പൂർത്തിയാക്കി. പക്ഷെ ഇവിടെ ഒരുപാട് കോടതികളുണ്ട്. എവിടെയാ ഇത് കൊടുക്കേണ്ടത് എന്നെനിക്കറിയില്ലായിരുന്നു ബിയാൻ. താരി കരഞ്ഞു പറഞ്ഞു. ബിയാൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത് നന്നായി, ദൈവത്തിന്റെ തീരുമാനമാണത്. ബിയാൻ പിന്നാലെ കഴിഞ്ഞ ദിവസം സാറ വീട്ടിൽ വന്ന യഥാർത്ഥ കാര്യത്തെപ്പറ്റിയും സാറയും മൽദിയും വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യവുമൊക്കെ അവളോട് പറഞ്ഞു. അവളെ താൻ തിരഞ്ഞെടുത്ത കാര്യവും സാറയെ അവൻ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞതുമൊക്കെ കേട്ടതും താരിക്ക് വലിയ സന്തോഷം തന്നെ തോന്നിയിരുന്നു. നീ വീട്ടിലേക്ക് തിരികെ വരണം എന്നാണ് എന്റെ ആഗ്രഹം. ഒന്നിൽ നിന്ന് പുതുതായി നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാം. ഇന്നു മുതൽ ഞാൻ നിനക്ക് നല്ലൊരു ഭർത്താവായിരിക്കും. അപ്പോ ഇനി ഇതെന്താ ചെയ്യേണ്ടത്? മാരേജ് എഗ്രിമെന്റ് എടുത്ത് അവൾ ചോദിച്ചു. ബിയാൻ അത് വലിച്ചു കീറിക്കളഞ്ഞു. അവരിരുവരും അവിടെ വെച്ച് ആലിംഗനം ചെയ്തു. ഏറെ സന്തോഷത്തോടെയുള്ള ഒരു ഒന്നുചേരലായിരുന്നു അത്. മറുവശത്ത് ബിയാന്റെ വീട്ടിൽ പെരുന്നാളായിട്ട് ബിയാനും താരിയും വന്നില്ലല്ലോ. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ബിയാന്റെ വാപ്പയും ഉമ്മയും സംസാരിച്ചു നിൽക്കുകയായിരുന്നു. കറക്റ്റ് ആ സമയമാണ് താരിയും ബിയാനും അങ്ങോട്ടേക്ക് അവർക്കുള്ള ഗിഫ്റ്റുമായിട്ട് എത്തുന്നത്. മക്കളെ സന്തോഷത്തോടെ ഒന്നിച്ചു കണ്ടതും അവരുടെ ഉള്ളിലെ ഭയങ്ങൾ മാഞ്ഞു. അധികം വൈകാതെ അൽത്തിയുടെയും സാറയുടെയും വിവാഹം നടക്കുകയായിരുന്നു. താരിയും ബിയാനും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫോട്ടോ എടുത്ത ശേഷം അവരിരുവരും ഒന്നിച്ച് നടന്നു നീങ്ങാൻ തുടങ്ങി. സാറ എപ്പോഴും ബിയാനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അൽത്തി സാറയെ തന്നോട് ചേർത്ത് പിടിക്കാൻ നോക്കിയപ്പോ അൽത്തിയുടെ കൈ സാറ പിടിച്ചു മാറ്റി. പൂർണ്ണമായും ബിയാനോടുള്ള പ്രണയം സാറയിൽ നിന്നും മാഞ്ഞിട്ടില്ല. അൽത്തിയെ പൂർണ്ണ മനസ്സോടെ അവൾ പ്രണയിച്ചു തുടങ്ങിയിട്ടില്ല എന്നതിന്റെ സൂചനയായിരുന്നു അത്. ആ ദൃശ്യത്തോടെ 5ാം എപ്പിസോഡ് അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.